രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി ഇതാ വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ. സ്ഥാനം രാജിവെക്കേണ്ടതില്ല, തൻ്റെ നിലപാട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പാർട്ടി എടുത്ത നടപടി, പ്രാഥമിക അംഗത്വം അടക്കം പുറത്താക്കുന്ന നടപടികളെ അദ്ദേഹം ശ്ലാഘിക്കുകയും ചെയ്യുന്നു. എന്തായിരുന്നാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജി, നേരത്തെയൊക്കെ ചില അന്തസങ്കോചങ്ങൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന് ഇത്ര വലിയ തെളിവുകൾ പുറത്തെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായി പിന്തുണയ്ക്കാൻ. പക്ഷേ ചില മയത്തോടു കൂടിയായിരുന്നു നടപടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ചോദിക്കുന്നത് രാജി ആര് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞോ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചത്? ജിംഷാദ്, തിരുവല്ലയിലെ കുത്തൂരിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ തന്നെ ശക്തമായ ഭാഷയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വളരെ ലോലമായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. അദ്ദേഹം ആരെയോ ഭയക്കുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടികൾ. കാരണം പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കണമെന്ന് ആര് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചില്ല എന്നുള്ള ചോദിച്ചപ്പോൾ അത് കൂട്ടായ തീരുമാനത്തിൽ മാത്രമേ എടുക്കുകയുള്ളൂ, അവരുടെ അഭിപ്രായങ്ങൾക്ക് കാര്യമായ വില നൽകുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി വന്നത്. അങ്ങനെ മാധ്യമങ്ങൾ നിരന്തരം ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്കിന്ന് തിരുവല്ലയിൽ കാണാൻ സാധിച്ചത്. അജിംഷാദ്, തീർച്ചയായും അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ഉത്തരം മുട്ടുമ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റൈൽ അത് തന്നെയാണ്. പക്ഷേ അത് തന്നെ ഇന്നും ആവർത്തിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഉമാ തോമസ് അടക്കമുള്ളവർ ഇവരുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ടാണ് വി.ഡി. സതീശൻ പറയുന്നത്. എന്നിട്ട് ഐകകണ്ഠേനയാണ് തീരുമാനമെടുത്തത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ വൈരുദ്ധ്യം കൂടി ഉണ്ടായിരുന്നു. എന്തൊക്കെ ഷാജി? അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഷാനിമോള്, അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന കാര്യം. ശരിക്കും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ചില നടപടികൾ ഉണ്ടായാൽ അവർ സ്വമേധയാ രാജിവെച്ച് പിന്മാറണം, അല്ലെങ്കിൽ രാജിവെപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിൽ പോലും അതിനെയൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് പൂർണ്ണമായിട്ടും പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.